ഇത് ഗോൾഡൻ മസ്ജിദാണ്. ഖത്തറിൽ ഖത്ര കൾച്ചറൽ വില്ലേജിലുള്ള ഗോൾഡൻ മസ്ജിദ്. ധാരാളം സഞ്ചാരികൾക്കൊപ്പം ഖത്ര കൾച്ചറൽ വില്ലേജിലൂടെ ഞാൻ സഞ്ചാരം തുടരുകയാണ്. ഖത്ര വില്ലേജിന്റെ ഒരു ഭാഗത്താണ് ഗോൾഡൻ മസ്ജിദ്. ചെറിയ സ്വർണ്ണപ്പാളികൾ പതിച്ച് പുറം ചുമരുകൾ അലങ്കരിച്ച ഒരു മസ്ജിദ്. മുന്നോട്ട് നടക്കുമ്പോൾ ഈ ഇടതുവശത്ത് കാണുന്നത് ഇവിടുത്തെ ആംഫി തിയേറ്ററാണ്. ഖത്ര കൾച്ചറൽ വില്ലേജിലെ ഏറ്റവും വലിയ നിർമ്മിതി അതിന്റെ ഒത്ത മധ്യത്തിലുള്ള ഈ ആംഫി തിയേറ്റർ തന്നെ. റോമൻ കൊളോസിയത്തിന്റെ ഒരു ആധുനിക പതിപ്പാണിതെന്ന് തോന്നും. ക്ലാസിക്കൽ ഗ്രീക്ക് തിയേറ്റർ നിർമ്മാണ ശൈലിയും പരമ്പരാഗത ഇസ്ലാമിക വാസ്തുകലയും സമന്വയിപ്പിച്ചാണ് ആംഫി തിയേറ്ററിന്റെ നിർമ്മാണം. ഇത്തരത്തിൽ അതിമനോഹരമായി ഡിസൈൻ ചെയ്തൊരുക്കിയ കെട്ടിടങ്ങളുള്ള വിശാലമായൊരു പ്രദേശമാണ് ഖത്ര കൾച്ചറൽ വില്ലേജ്. സാധാരണക്കാർക്ക് ഇതിന് പ്രാധാന്യം മനസ്സിലാവണമെന്നില്ല. എന്നാൽ ആർക്കിടെക്ചറൽ വിദ്യാർത്ഥികൾക്കും ടൗൺ പ്ലാനേഴ്സിനും നഗരം എങ്ങനെയിരിക്കണമെന്ന് ചിന്തിക്കുന്നവർക്കുമെല്ലാമുള്ള മാതൃകയായിരിക്കണം എന്നതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ വിശദമായി കാണിക്കുന്നത്. 3275 സ്ക്വയർ മീറ്റർ പ്രദേശത്ത് നിറഞ്ഞു നിൽക്കുകയാണ് ആംഫി തിയേറ്റർ. ആംഫി തിയേറ്ററിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ആദ്യ ഭാഗം ഇതാണ്. എത്ര ഗംഭീരമായിട്ടാണ് ഫ്ലോറും ഭിത്തിയും മച്ചുമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. 5000 പേർക്കിരുന്ന് പരിപാടികൾ ആസ്വദിക്കാനുള്ള സൗകര്യമുണ്ട് ആംഫി തിയേറ്ററിൽ. അതിന്റെ പുറം ഭാഗം, അതിലേക്കെത്തുന്ന വഴികൾ, അതിനു ചുറ്റുമുള്ള കെട്ടിടങ്ങളുടെ നിർമ്മാണ രീതി, ഇതൊക്കെ നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യേണ്ടതാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. സാധാരണക്കാരും ഇതൊക്കെ ശ്രദ്ധിക്കണം. ഇത്തരം കാഴ്ചകളെ ഗൗരവമായി വിശകലനം ചെയ്യുമ്പോഴാണ് നമ്മുടെ പൗരബോധം ഉണരുക. ഇതൊക്കെ നമുക്കും വേണമെന്ന ആഗ്രഹമുണരുക. നമ്മുടെ നഗരങ്ങൾ ഇങ്ങനെയാവണമെന്ന ചിന്ത സാധാരണക്കാരിൽ പോലും ഉണ്ടാവണം. ഇതാണ് ആംഫി തിയേറ്ററിന്റെ പ്രധാന ഗേറ്റ്. നേരെ മുൻഭാഗം. അതിന്റെ നേരെ എതിർവശത്തേക്ക് നീണ്ടുകിടക്കുന്ന ഒരു സ്ട്രീറ്റുണ്ട്. ഇരുവശത്തും ധാരാളം നിർമ്മിതികളുള്ള ഒരു സ്ട്രീറ്റ്. അതിലൂടെ മുന്നോട്ട് നടന്നു. ഇനി ഇവിടെ നിന്നും പുറത്തിറങ്ങാം. ആംഫി തിയേറ്ററിന്റെ പ്രധാന ഭാഗത്തേക്ക് പോകാൻ കഴിഞ്ഞതുമില്ല. മൃഗചികിത്സയ്ക്കായുള്ള അൽ തമീമി വെറ്റ് ക്ലിനിക് എന്ന സ്ഥാപനമാണിത്. കാറിൽ കയറി യാത്ര തുടരുകയാണ്. ഷേക്സ്പിയർ സ്ട്രീറ്റാണിത്. ഇവിടവും ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ആഘോഷ മൂഡിലാണ്. ഇവിടെ ഒരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട്. ടേസ്റ്റി സ്ട്രീറ്റ് എന്നാണ് ഇതറിയപ്പെടുന്നത്. ഈ കാണുന്നതെല്ലാം ഫുഡ് കൗണ്ടറുകളാണ്. രാത്രിയിലാണ് ഇവിടം സജീവമാവുക. വൈവിധ്യമാർന്ന ഭക്ഷണം ആസ്വദിക്കാൻ അപ്പോൾ ഇവിടേക്ക് ധാരാളം ആളുകൾ വരും. ശരിക്കും ഞാൻ ഇവിടേക്ക് വന്നതിന്റെ ടൈമിംഗ് തെറ്റിപ്പോയി. എന്റെ കൂടെയുള്ള സുഹൃത്ത് അമീറിനും ഇവിടുത്തെ പ്രവർത്തന സമയത്തെക്കുറിച്ച് വലിയ ധാരണയില്ല. ഖത്തറിൽ താമസിക്കുന്ന മലയാളികൾ മിക്കവരും കൾച്ചറൽ വില്ലേജുകൾ, മ്യൂസിയങ്ങൾ, സാംസ്കാരിക പരിപാടികൾ എന്നിവയെക്കുറിച്ചൊക്കെ അജ്ഞരായിരിക്കും. അവർ തങ്ങളുടെ തൊഴിലുകളിൽ മുഴുകിയിരിക്കുന്നതാണല്ലോ പതിവ്. ഇക്കാണുന്നതെല്ലാം ഫുഡ് കിയോസ്കുകളാണ്. വിവിധ ഇനം ഭക്ഷണം ലഭിക്കുന്ന ഇടങ്ങൾ. ഇതിവിടുത്തെ ഒരു ഹോട്ടലാണ്, ദ ചേഡി ഖത്ര ഹോട്ടൽ. ഷേക്സ്പിയർ സ്ട്രീറ്റിലൂടെ തന്നെയാണ് യാത്ര. ഏഷ്യൻ കപ്പ് ഫുട്ബോളിൽ പങ്കെടുക്കുന്ന രാജ്യങ്ങളുടെ പതാകകളുടെ നിറം കൊണ്ട് അലങ്കരിച്ച തെരുവ് കുറേ ദൂരത്തിലുണ്ട്. ഇന്ത്യൻ പതാകയുമുണ്ട്. ഇന്ത്യൻ ടീം ഇവിടെ വന്ന് കളിച്ചതൊന്നും നമ്മിൽ പലരും അറിഞ്ഞില്ലെന്ന് മാത്രം. 24 രാജ്യങ്ങളാണ് ഖത്തർ ഏഷ്യൻ കപ്പിൽ കളിച്ചത്. ഇടതുവശത്ത് ഒരു സമ്മാനപ്പൊതിയുടെ രൂപത്തിൽ ഒരു കെട്ടിടം കാണാം. അത് ഒലി ഒലി ദോഹ ചിൽഡ്രൻസ് മ്യൂസിയമാണ്. 40 ഇനം ഇന്ററാക്റ്റീവ് എക്സിബിഷനുകളുള്ള മ്യൂസിയമാണത്. കുട്ടികൾക്കായി ഇൻഡോർ കളിയിടങ്ങളും അതിലുണ്ട്. അവിടം പിന്നിട്ട് ഞങ്ങൾ തിരികെ ഖത്ര കൾച്ചറൽ സെന്ററിന് മുന്നിലൂടെ കോർണിഷ് ഏരിയയിലേക്ക് പോവുകയാണ്. നേരം ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. വെയിൽ മങ്ങിത്തുടങ്ങുന്ന സമയം. തണുപ്പ് വീണ് തുടങ്ങിയിട്ടുണ്ട്. ബിസിനസ് ഡിസ്ട്രിക്റ്റിനെ ക്രോസ് ചെയ്തു വേണം കോർണിഷിലേക്ക് പോകാൻ. നേരെ മുന്നിൽ കാണുന്നത് ദോഹയുടെ ബിസിനസ് ഡിസ്ട്രിക്റ്റിന്റെ ഭാഗങ്ങളാണ്. ഏറ്റവും പുതിയ വമ്പൻ കെട്ടിടങ്ങൾ നിറഞ്ഞ ഭാഗങ്ങൾ. ഇവിടെ ഇറങ്ങേണ്ട കാര്യമില്ല. കുറെ ഓഫീസ് ബിൽഡിങ്ങുകളും മാളുകളും കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുമെല്ലാമാണ് ഇവിടെയുള്ളത്. ഇക്കാണുന്ന ആകാശം മുട്ടുന്ന കെട്ടിടങ്ങളിൽ വലിയൊരു ശതമാനത്തിലും ധാരാളം മുറികൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. വലിയ തോതിലുള്ള വാണിജ്യ പ്രവർത്തനങ്ങളൊന്നും പലതിലും നടക്കുന്നില്ല. എങ്കിലും ഭാവിയിലെ ആവശ്യങ്ങൾക്കെന്നോണം ഇവർ പുതിയ ഡിസൈനിൽ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു.
വരുംകാലത്ത് പിന്നിലായി പോകാതിരിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിടുകയാണ്. ഖത്തറിന്റെ മുഖമായി ഇന്ന് ലോകം കാണുന്നത് ഈ സ്ട്രീറ്റും ഇതിന്റെ ഇരുവശത്തുമുള്ള കെട്ടിടങ്ങളുമെല്ലാമാണെന്നതാണ് പ്രധാന കാര്യം. ഞങ്ങൾ വീണ്ടും കോർണിഷ് ഏരിയയിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ഒരു ധോ ക്രൂസ് നടത്തുകയാണ് അടുത്ത പരിപാടി. ഇതിവിടുത്തെ ബനാന ഐലൻഡിലേക്കുള്ള ഫെറി ടെർമിനലാണ്. ഒരു റിസോർട്ടാണ് ബനാന ഐലൻഡ്. ദോഹ ഉൾക്കടലിലെ ഒരു ഐലൻഡ് റിസോർട്ട്. 13 ഹെക്ടറിൽ വ്യാപിച്ചു കിടക്കുന്ന ആ റിസോർട്ടിലേക്ക് ബോട്ട് മാർഗം മാത്രമേ പോകാനാവൂ. ഇവിടെ നിന്നും 20 മിനിറ്റിന്റെ ബോട്ട് യാത്രയുണ്ട് ബനാന ഐലൻഡിലേക്ക്. കുറെ ധോകൾ നിരന്നു കിടക്കുന്നു. അതിലൊന്നിൽ വേണം ഞങ്ങൾക്ക് ഒരു ഉൾക്കടൽ യാത്ര നടത്താൻ. മരം കൊണ്ട് നിർമ്മിച്ച ഉരുക്കളാണ്. നമ്മുടെ ബേപ്പൂരിലും മറ്റും നിർമ്മിക്കുന്ന തരം ഉരു. അറബി നാടുകളിൽ ഇതിന് ധോ എന്നാണ് പറയുന്നത്. ഇവിടെയൊന്നും വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റില്ല. അതിന് പ്രത്യേക സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടാണ് ധോകളുടെ അരികിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒടുവിൽ ഒരിടത്ത് കാർ കൊണ്ടുചെന്ന് നിർത്തി. വേ ടു ദി വേൾഡ് കപ്പ് എന്ന വിശേഷണമുള്ള ഒരു പിയറാണ് ഈ ഭാഗം. വേൾഡ് കപ്പിന്റെ സമയത്ത് ടൂർണമെന്റിൽ കളിക്കുന്ന രാജ്യങ്ങളുടെ പതാകകൾ കൊണ്ട് അലങ്കരിച്ചിരുന്ന ഒരു പ്രദേശമാണിത്. ഇപ്പോൾ ആ കൊടിമരങ്ങൾ മാത്രമേ ഉള്ളൂ. ചെറിയ ധോകളാണ് ഇവിടെ കാണുന്നത്. എല്ലാം ടൂറിസ്റ്റുകൾക്ക് വാടകയ്ക്കെടുക്കാവുന്നത് തന്നെ. പായകൾ വിടർത്തി കടലിലൂടെ യാത്ര ചെയ്യാവുന്ന ധോകൾ. പണ്ടുകാലം മുതൽ ഇവിടെ ഉപയോഗത്തിലുണ്ടായിരുന്നത് അത്തരം ചെറിയ ധോകളാണ്. ഒരു ഭാഗത്ത് കൊടിമരങ്ങളുടെ നിര. ഏറ്റവും ഭംഗിയോടെ പരിപാലിക്കുന്ന ധോകളാണ് കിടക്കുന്നത്. പായ്മരവും പായുമൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതൊക്കെ പ്രധാനമായും പ്രവർത്തിക്കുന്നത് ഡീസൽ എഞ്ചിൻ കൊണ്ടാണ്. പണ്ട് പായകൾ വിടർത്തി പല പല നാടുകളിലേക്ക് അറബി നാടിൽ നിന്നും സഞ്ചരിച്ചിരുന്ന ധോകളുടെ പിന്മുറക്കാർ. ഖത്തറിൽ 2022 നടന്ന ഫിഫ വേൾഡ് കപ്പിന്റെ ഒരു ചിഹ്നം ഇപ്പോഴും ഇവിടെ കാണാം. വേൾഡ് കപ്പ് ദിനങ്ങൾക്ക് വേണ്ടി സ്ഥാപിച്ച ഫോട്ടോ പോയിന്റാണ്. ഇതായിരുന്നു ഖത്തർ വേൾഡ് കപ്പിന്റെ ലോഗോ. ഇന്നാട്ടിൽ വേൾഡ് കപ്പ് നടന്നതിന്റെ സ്മാരകമെന്നോണം ഇതൊക്കെ നിലനിർത്തുകയാണ്. സമയം 2:45 കഴിഞ്ഞെന്ന് ക്ലോക്കിൽ കാണാം. ലോഗോയിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ സംവിധാനമൊക്കെ ഉണ്ട്. വേൾഡ് കപ്പ് ദിനങ്ങളിൽ വലിയൊരു ആഘോഷ കേന്ദ്രമായിരുന്നു ദോഹ കോർണിഷിലെ വേ ടു ദി വേൾഡ് കപ്പ് എന്ന ഈ പ്രദേശം. ഉൾക്കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പിയറാണിവിടം. അങ്ങേ ഭാഗത്ത് കാണുന്നത് ദോഹയുടെ സെൻട്രൽ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ആണ്. അതിലൂടെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. അമ്പിളിക്കലയുടെ ആകൃതിയിൽ വളഞ്ഞു ചുറ്റിക്കിടക്കുകയാണല്ലോ കോർണിഷ്. അക്കാണുന്ന വമ്പൻ കെട്ടിടങ്ങളുടെ ചുവട്ടിലൂടെയുള്ള സ്ട്രീറ്റിലൂടെയാണ് അല്പം മുമ്പ് ഞങ്ങൾ സഞ്ചരിച്ചത്. മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്നും അത്. തീരത്ത് കുറച്ച് ടൂറിസ്റ്റുകൾ ഇപ്പോഴുമുണ്ട്. ദോഹ ബേയിൽ കിടക്കുന്ന ഒരു ധോയിൽ കയറി ഒരു യാത്ര നടത്തണം ഇനി ഞങ്ങൾക്ക്. കുറെ ധോകളുണ്ട്. പക്ഷേ ഇതിലൊന്നും ആളുകളെ കാണുന്നില്ല. അപ്പോൾ ഇത് എവിടെ നിന്നാണ് ബുക്ക് ചെയ്യുക എന്ന് കണ്ടുപിടിക്കണം. ഇവിടേക്ക് വേണ്ട ഉരുക്കൾ പലതും പണ്ട് കേരളത്തിലാണ് ഉണ്ടാക്കിയിരുന്നത്. പിന്നീടാണ് ഇവിടെ തന്നെ ഇതുണ്ടാക്കാൻ തുടങ്ങിയത്. ഞാനിവിടെ കാഴ്ചകൾ കണ്ടു നിൽക്കുന്നതിനിടെ സുഹൃത്ത് അമീർ ഒരു ബംഗ്ലാദേശുകാരനെ തേടി പിടിച്ചുകൊണ്ടുവന്നു. അയാൾ ഒരു ധോയുടെ ബ്രോക്കറാണ്. ഒരു ധോയിൽ കയറ്റിക്കൊണ്ട് പോകാമെന്ന് സമ്മതിച്ചു. ഇവിടെ തീരത്ത് കുറെ പഴഞ്ഞൻ ധോകൾ കിടപ്പുണ്ട്. മുൻപേ കണ്ടത്ര സൗന്ദര്യമൊന്നുമില്ലാത്ത ധോകൾ. ആധുനിക ദോഹയ്ക്ക് ഒട്ടും ചേരാത്ത സംവിധാനങ്ങളാണെന്ന് തോന്നും. ദ്രവിച്ചു തുടങ്ങിയ പ്ലാസ്റ്റിക് കയറുകൊണ്ട് കെട്ടിയുറപ്പിച്ച പാലവും പഴയ ധോകളും. എതിർവശത്ത് കാണുന്ന ഏറ്റവും ആധുനികമായ ദോഹയ്ക്ക് ഒട്ടും ചേരാത്ത കുറെ ബോട്ടുകൾ. ഇവയാണ് ഇപ്പോൾ ടൂറിസ്റ്റുകളുമായി സർവീസ് നടത്തുന്നത്. അത്തരമൊന്നിൽ കയറാനാണ് ഞങ്ങളുടെയും തീരുമാനം. തുക അമീർ സംസാരിച്ചു. 100 റിയാൽ കൊടുക്കണം. 1 മണിക്കൂർ നേരത്തേക്കാണ് യാത്ര. 100 റിയാൽ എന്നാൽ 2500 രൂപയോളമായി. ഏതായാലും പാലത്തിലൂടെ ധോയിലേക്ക് ചെന്നു കയറി. ഒരു ഡ്രൈവറുണ്ട്. ഇയാളും ബംഗ്ലാദേശി തന്നെ. യാത്ര തുടങ്ങുന്നതിന് മുന്നോടിയായി ചില ഒരുക്കങ്ങളൊക്കെ നടത്തി അയാൾ. ഒരു തട്ടിക്കൂട്ട് ബോട്ടാണ്. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം
വോളിയം നമ്പർ 18. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. ഡ്രൈവർ ബോട്ടിനെ കരയുമായി ബന്ധിപ്പിച്ചിരുന്ന കെട്ടഴിച്ചു. പിന്നെ കരയിലേക്ക് നീട്ടിവെച്ചിരുന്ന പാലം ഒരാളുടെ സഹായത്തോടെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റുകയാണ്. അത് പുറത്തേക്ക് ഇറക്കി വെക്കുമെന്നാണ് ഞാൻ കരുതിയിരുന്നത്. ഈ പാലവും ബോട്ടിൽ വെച്ചായിരിക്കും ഇനി യാത്ര. കുറച്ച് ശ്രമപ്പെട്ടാണ് ഡ്രൈവർ പാലം വലിച്ചു കയറ്റി വയ്ക്കുന്നത്. നല്ല ഭാരമുണ്ട് അതിന്. പിന്നെ ഡ്രൈവർ ധോ തിരിക്കാനുള്ള ശ്രമത്തിലായി. കരയിൽ നിൽക്കുന്നയാൾ കയറഴിച്ച് ബോട്ടിനെയും സ്വതന്ത്രമാക്കി. ആകെ ഒരാളേയുള്ളൂ ധോയിൽ ജീവനക്കാരനായി. കെട്ടഴിക്കുന്നതും പാലം വലിച്ചു കയറ്റുന്നതും ഡ്രൈവ് ചെയ്യുന്നതുമെല്ലാം അയാൾ തന്നെ. ധോ ഹാർബറിൽ നിന്നും ഞങ്ങൾ യാത്ര തുടങ്ങി. ഏതാണ്ട് 150-ലേറെ ധോകൾ ഇവിടെ കിടപ്പുണ്ട്. ഇതിനൊന്നും ഓട്ടമുള്ളതായി കാണുന്നില്ല. പണ്ട് ഖത്തറിലെ ആളുകൾ മീൻ പിടിക്കാനും മുത്തുവാരാനുമെല്ലാം പോയിരുന്നത് ഇത്തരം ധോകളിലാണ്. ഖത്തറിന്റെ ജനജീവിതത്തിന്റെ ഭാഗം തന്നെയായിരുന്നു ഒരു കാലത്ത് ധോകൾ. വളരെ കാലം വെള്ളത്തിൽ കിടന്നാലും കേടുപറ്റാത്ത തേക്ക് പോലുള്ള തടികൾ ഉപയോഗിച്ച് കേരളത്തിൽ നിർമ്മിച്ചിരുന്ന ധോകൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഖത്തറിൽ എത്തിയിരുന്നു. 2500 വർഷം മുൻപ് തന്നെ മികച്ച പത്തേമാരുകളുടെ നിർമ്മാണത്തിൽ മുന്നിലായിരുന്നു ഇന്ത്യ. ഒമാനികളും യമനികളുമാണ് ഇന്ത്യയിൽ നിർമ്മിച്ച പത്തേമാരികൾ ആദ്യം ഇത്തരം ഗൾഫ് നാടുകളിലേക്ക് കൊണ്ടുവന്നത്. അങ്ങകലെ ഫനാർ മസ്ജിദിന്റെ ഗോപുരം, അവിടെയൊക്കെ ഞാൻ സന്ദർശിച്ചതാണ്. മറ്റൊരു ഭാഗത്ത് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. ഞങ്ങളിപ്പോൾ ദോഹ ബേയെ ക്രോസ് ചെയ്യുകയാണ്. ഉൾക്കടലിനപ്പുറം ദോഹ ബിസിനസ് ഡിസ്ട്രിക്റ്റ് ഉള്ള ദിശയിലേക്കാണ് യാത്ര. പുതിയ ദോഹയുടെ മുഖമുദ്രയായി ധാരാളം ആധുനിക മന്ദിരങ്ങൾ ഇടതൂർന്നു നിൽക്കുന്ന ബിസിനസ് ഡിസ്ട്രിക്ട്. അമീർ ബോട്ട് ഡ്രൈവറോട് വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞുകൊണ്ട് അങ്ങനെയിരിക്കുന്നു. ഇപ്പോൾ മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട് കുറെ കൂടി അടുത്തു കാണാം. ആ കെട്ടിടം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്നത് എങ്ങനെയാണെന്ന് ഇവിടെ നിന്നും കൂടുതൽ വ്യക്തമാകുന്നു. വെള്ളത്തിന് ഇളം നീല നിറമാണ്. ഇവിടെ നദികളില്ലാത്തതിനാൽ ഉൾക്കടലിൽ എക്കലൊന്നും അടിയുന്നില്ല. അതുകൊണ്ട് വെള്ളം എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞുകിടക്കും. മാൽഡീവ്സിലൂടെയൊക്കെ പോകുമ്പോൾ കാണുന്ന കടലിന്റെ തെളിമയുടെ സൗന്ദര്യം ഇവിടെയും ആസ്വദിക്കാം. നേരെ മുന്നിൽ ഒരു ചിഹ്നം കാണുന്നുണ്ട്. വേൾഡ് കപ്പിന്റെ ചിഹ്നമാണ്. ചെറിയൊരു ദ്വീപിലാണത്. വേൾഡ് കപ്പ് 22 ലോഗോ സ്റ്റാച്യു എന്നാണ് അതറിയപ്പെടുന്നത്. ഞാൻ പണ്ടൊരിക്കൽ ഖത്തറിൽ വന്നപ്പോൾ ആ ദ്വീപിൽ പോയത് ഓർക്കുന്നുണ്ട്. ഓൾഡ് പാം ട്രീ ഐലൻഡ് എന്നാണ് ആ ചെറുദ്വീപിന്റെ പേര്. ദോഹ ഉൾക്കടലിൽ ബിസിനസ് ഡിസ്ട്രിക്റ്റിൽ നിന്നും വലിയ അകലത്തിലല്ലാതെയുള്ള ചെറുദ്വീപാണത്. 2022 ജനുവരിയിൽ സ്ഥാപിച്ച ലോഗോ വേൾഡ് കപ്പിന്റെ വരവറിയിച്ച് ആ വർഷം മുഴുവൻ രാത്രിയിൽ പ്രകാശിച്ചു നിന്നിരുന്നു. 26 മീറ്റർ ഉയരമുണ്ട് അതിന്. സ്റ്റീലും ഫൈബർ ഗ്ലാസും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ആ ശില്പത്തിന്റെ ആകെ ഭാരം 180 ടണ്ണാണ്. ഒരു കാലത്ത് വലിയ സൗന്ദര്യമോ മുന്നിൽ കാണുന്ന തരം കെട്ടിടങ്ങളോ ഒന്നുമില്ലാത്ത ഒരു ഭൂപ്രദേശമായിരുന്നല്ലോ ഖത്തർ. 2000 വർഷം മുൻപ് തന്നെ ഖത്തറിൽ ജനവാസമുണ്ടായിരുന്നു. പേർഷ്യൻ ഗൾഫിലെ ഖത്തറിന്റെ തന്ത്രപ്രധാന സ്ഥാനം ഇവിടം പെട്ടെന്നൊരു വാണിജ്യ കേന്ദ്രമാകാൻ കാരണമായി. ഇന്ത്യയിലേക്കും ചൈനയിലേക്കും വ്യാപാരത്തിന് പോകുന്ന കപ്പലുകളുടെ ഒരു ഇടത്താവളമായി ഖത്തർ മാറിയതോടെ ഈ നാട് വലിയ തോതിൽ വികസിക്കുകയായിരുന്നു. 17-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇറാഖിലെ ബസറയിൽ ഒരു ഫാക്ടറി ആരംഭിക്കുന്നതോടെ ഖത്തറിന്റെ ചരിത്രവും മാറിമറിയാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ പെട്രോളിയം പരിവേഷണത്തിനും മുത്തുശേഖരണത്തിനുമായി ഖത്തറിലെ ആളുകളുമായി തന്ത്രപരമായ ഒരു അടുപ്പം സ്ഥാപിച്ചു. 1916 മുതൽ അവർ ഇവിടെ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. മുത്തിന്റെയും മത്സ്യത്തിന്റെയും വരുമാനം കൊണ്ട് മാത്രം ജീവിച്ചിരുന്ന ഖത്തറികൾ സമ്പന്നതയിലേക്ക് ഉയരുന്നത് എണ്ണയുടെ കണ്ടുപിടുത്തത്തോടെയാണ്. അങ്ങനെയാണ് ഇപ്പോൾ മുന്നിൽ കാണുന്ന ആധുനികമായ ഖത്തർ രൂപപ്പെടുന്നതും. എണ്ണയില്ലായിരുന്നെങ്കിൽ ഈ അറബി നാടുകളിൽ പലതും ഇപ്പോൾ എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ ഖത്തറും ഇന്നത്തെ ജോർദാനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകില്ല. എണ്ണയില്ലാത്ത രാജ്യമാണല്ലോ ജോർദാൻ.
അതേ അവസ്ഥ തന്നെയായിരിക്കും എണ്ണയില്ലാത്ത നാടായിരുന്നെങ്കിൽ ഖത്തറിനുമുണ്ടാവുക. പക്ഷേ ഖത്തറിന് ഒരു ഗുണമുണ്ട്. ഭൂമിക്കടിയിൽ നിന്നും ലഭിച്ച സമ്പത്തിനെ അവർ ബുദ്ധിപൂർവമാണ് വിനിയോഗിക്കുന്നത്. ലഭിക്കുന്ന എണ്ണപ്പണം ഇന്ന് ഖത്തർ ഈ ദോഹയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. ലോകത്തെ ഏറ്റവും പ്രശസ്തമായ കമ്പനികളിൽ പലതിന്റെയും പ്രധാന ഷെയർ ഹോൾഡർ ഖത്തറിന്റെ അമീറാണ്. രാജകുടുംബം സമ്പത്തിന്റെ വലിയൊരു ഭാഗവും വമ്പൻ ഓട്ടോമൊബൈൽ കമ്പനികളിലും മാനുഫാക്ചറിംഗ് കമ്പനികളിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ബിസിനസ് ഡിസ്ട്രിക്റ്റിന് സമീപത്തുകൂടി അല്പം യാത്ര ചെയ്ത് ഞങ്ങൾ അവിടെ നിന്നും മടങ്ങി. 1 മണിക്കൂർ നേരത്തെ യാത്രയാണ് പറഞ്ഞിരിക്കുന്നത്. അതിനാണ് 100 റിയാൽ ചാർജ് പറഞ്ഞിരിക്കുന്നതും. കടലിൽ നിന്നും കരയുടെ കാഴ്ചകൾ കാണുക, കടലിലെ ജീവിതം കാണുക എന്നതൊക്കെയായിരുന്നു ഈ യാത്രയുടെ ഉദ്ദേശം. ഞങ്ങൾ ഉൾക്കടലിൽ ഒരു കറക്കം പൂർത്തിയാക്കി തീരത്തേക്ക് വന്നെടുത്തു. കുറെ പഴഞ്ഞൻ ധോകൾ കിടപ്പുണ്ട്. ഇന്ന് അവയ്ക്കൊന്നും വലിയ ഓട്ടം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഇപ്പോൾ ടൂറിസത്തിനു വേണ്ടി മാത്രമാണ് ഇത്തരത്തിലുള്ള ധോകൾ കൂടുതലും ഉപയോഗിക്കുന്നത്. പണ്ട് ഇറാനിൽ നിന്നും മറ്റും അരിയും ഭക്ഷ്യവസ്തുക്കളുമെല്ലാം ഖത്തറിലേക്ക് കൊണ്ടുവന്നിരുന്നത് ഇത്തരം ധോകളിൽ കയറ്റിയാണ്. ഖത്തറിന്റെ ഒരു കാലത്തെ കച്ചവടത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ജലവാഹനമായിരുന്നു ധോ. ഞങ്ങൾ ധോ ജീവനക്കാർക്ക് പണം നൽകി അവിടെ നിന്നും തിരിച്ച് ഇറങ്ങിയപ്പോഴേക്കും കുറെ ആളുകൾ ഇവിടെ സൈക്കിളുമായി നിൽപ്പുണ്ട്. ക്രൂസ് ഷിപ്പുകളിൽ വന്ന ടൂറിസ്റ്റുകളാണിവർ. ഇങ്ങനെയുള്ള വൺ ഡേ ടൂറിനായി സൈക്കിളുകൾ എടുത്ത് അവർ ഇറങ്ങും. ഇത്തരം ടൂറിസ്റ്റുകൾക്ക് സൈക്കിൾ വാടകയ്ക്ക് കിട്ടുന്ന സ്ഥലങ്ങൾ തീരത്തുണ്ട്. ധോ ഹാർബറിന്റെ പരിസരത്തു നിൽക്കുമ്പോൾ കോർണിഷ് ഏരിയയുടെ സൗന്ദര്യം കാണാം. പുല്ലുവിരിച്ച് സുന്ദരമാക്കിയ പ്രദേശങ്ങൾ. സൂര്യൻ ചാഞ്ഞു. നല്ല തണുത്ത കാറ്റ് വീശിത്തുടങ്ങി. സുഖകരമായ അന്തരീക്ഷമാണ്. ഇവിടുത്തെ പ്രശസ്തമായ സൂഖ് വാക്കിഫ് കാണാൻ പോകാനാണ് എന്റെ തീരുമാനം. വൈകിട്ട് അവിടം ഷൂട്ട് ചെയ്യാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത്. ഇവിടെ ഇലക്ട്രിക് സ്കൂട്ടറുകളിൽ നഗരം കാണാൻ ഇറങ്ങിയ സഞ്ചാരികളുമുണ്ട്. ഇന്ന് ദോഹയുടെ തീരത്തിറങ്ങിയിരിക്കുന്ന പാശ്ചാത്യ ടൂറിസ്റ്റുകളെല്ലാം ഇങ്ങനെ ഇലക്ട്രിക് സ്കൂട്ടറുകളിലും സൈക്കിളുകളിലുമൊക്കെ നഗരത്തിന്റെ കാഴ്ചകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈഡിനൊപ്പവും അതല്ലാതെ കൊച്ചു കൊച്ചു സംഘങ്ങളായും ഇവരിങ്ങനെ സഞ്ചരിക്കുന്നു. വൈകുന്നേരം 7 മണിയാകുവോളം ഈ നഗരത്തിലുണ്ടാവും ഇവർ. പിന്നെയാണ് കപ്പലിൽ കയറി അടുത്ത സ്ഥലത്തേക്ക് പോവുക. അതുവരെ സൂഖ് വാക്കിഫ് പോലുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ കറങ്ങി നടക്കും. നഗരത്തിന്റെ വിവിധ കാഴ്ചകളിലേക്ക് പോകും. അങ്ങനെ ഒരു ദിവസം മുഴുവൻ കറങ്ങി നടന്ന് കാണാനുള്ള കാഴ്ചകളുണ്ട് ഈ നഗരത്തിൽ. ഖത്തറിലെ നൈറ്റ് ലൈഫ് എന്ന് പറയാവുന്നത് പ്രധാനമായും സൂക്കുകളിലെ കാഴ്ചകളിലാണ്. പിന്നെ ഭക്ഷണവും. അതിന് താല്പര്യമുള്ള ആളുകളുമുണ്ട്. 1-2 ദിവസങ്ങളിൽ ഒരു സഞ്ചാരിക്ക് കാണാനുള്ള കാഴ്ചകളുണ്ട് ദോഹയിൽ. ഞാനും അമീറും കുറച്ച് നടക്കാൻ തീരുമാനിച്ചു. കാർ എടുക്കേണ്ടതില്ല. കോർണിഷിൽ തന്നെ നല്ലൊരു സ്ഥലം പാർക്കിങ്ങിന് കിട്ടിയിട്ടുണ്ട്. ഈ സമയമായപ്പോൾ അമീറി ദിവാന്റെ മുന്നിൽ വൈകുന്നേരത്തെ ഒട്ടകപ്പരേഡ് തുടങ്ങിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം രാവിലെ ഞാൻ ഒട്ടകപ്പരേഡ് കണ്ടതാണ്. ഏതായാലും വൈകുന്നേരത്തെ പരേഡ് കൂടി ഒന്ന് കാണാം. ആ പരേഡ് നടക്കുന്ന ഗ്രൗണ്ടിന് സമീപം കാത്തുനിന്നു. ഇനി ഇന്നത്തെ കാഴ്ചകൾ നടന്നു കാണാനാണ് ഞങ്ങളുടെ തീരുമാനം. രാത്രി വളരെ വൈകിയേ കാർ വന്നെടുക്കുകയുള്ളൂ. കോർണിഷിന് സമീപം കാർ പാർക്ക് ചെയ്യാനുള്ള കൃത്യമായ സ്ഥലം വല്ലപ്പോഴുമേ കിട്ടാറുള്ളൂ. അങ്ങനെ ഒരു സ്ഥലം കിട്ടിയതുകൊണ്ട് അമീറിനും സന്തോഷമായി. രാജകീയ ഒട്ടകങ്ങളാണ്. അവയുടെ പുറത്ത് പാരമ്പര്യ വസ്ത്രം ധരിച്ച പാലസ് ഗാർഡുകൾ. കയ്യിലൊരു വടിയുമായി അവരങ്ങനെ ഇരിക്കുന്നു. ഒട്ടകത്തെ തെളിക്കാനുള്ള വടിയാണ്. അക്കൂട്ടത്തിൽ അറബികളാണെന്ന് തോന്നാത്ത ആളുകളുമുണ്ട്. എല്ലാ ദിവസവും കൃത്യമായി രാവിലെയും വൈകുന്നേരവും നടക്കുന്ന പരിപാടിയാണിത്. ഇത് ഇങ്ങനെ കാണുമ്പോൾ പാലസ് ഗാർഡിനുള്ള ഒരു ശിക്ഷയാണോ ഇതെന്ന് തോന്നും. അവർ ദിനചര്യയുടെ ഭാഗമെന്നോണം ഒട്ടകപ്പുറത്ത് അങ്ങനെ ഇരിക്കുന്നു. പണ്ടുകാലത്ത് അറബി നാടുകളിലെ വർത്തക സംഘങ്ങൾ ഒട്ടകപ്പുറത്ത് കടന്നു പോയിരുന്നത് പോലെ ഇപ്പോൾ അമീറി ദിവാന്റെ മുന്നിലൂടെ പാലസ് ഗാർഡ്സ് ഒട്ടകപ്പുറത്തേറി അങ്ങനെ പോകുന്നു. ആധുനികമായ നഗരത്തിലെ കെട്ടിടവനത്തിന്റെ പശ്ചാത്തലത്തിൽ പാരമ്പര്യ രീതിയിലുള്ള പരേഡ് കടന്നുപോകുന്നത് രസകരമായ ഒരു കാഴ്ചയാവുന്നു. ഏറ്റവും ആധുനികമായ കെട്ടിടങ്ങളാണല്ലോ ഒരു ഭാഗത്ത്. അതിന്റെ നേരെ എതിർഭാഗത്ത് ഇവിടുത്തെ പഴയ ചന്തയാണ്. അതാണ് അക്കാണുന്നത് സൂഖ് വാക്കിഫ്. 1 നൂറ്റാണ്ട് മുൻപ് ദോഹയുടെ പ്രധാന നഗരഭാഗം അതായിരുന്നു.
അതിന്റെ ഒരു ഭാഗത്ത് ഒരു കുതിരലായമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വെളുത്ത കൊഴുത്ത അറബി കുതിരകൾ നിൽക്കുന്ന ഒരു ഭാഗം. അറബി കുതിരകൾക്ക് പ്രത്യേകമായൊരു സൗന്ദര്യമുണ്ട്. അറേബ്യൻ ഉപദ്വീപിൽ മാത്രം കാണപ്പെടുന്ന കുതിരകളാണിവ. മറ്റു കുതിരകളിൽ നിന്നും ഇവയെ വ്യത്യസ്തമാക്കുന്നത് തലയുടെ രൂപമാണ്, പിന്നെ ഉയർന്നു നിൽക്കുന്ന വാലും. ഈ പ്രത്യേകതകൾ കൊണ്ട് കുതിര വിദഗ്ധർക്ക് എവിടെ വെച്ചും ഏറ്റവും എളുപ്പത്തിൽ ഇവയെ തിരിച്ചറിയാനാവും. കുതിരകളിലെ പ്രാചീന വംശമാണ് അറബി കുതിരകൾ. ഒരു കാലത്ത് അറേബ്യൻ ജനത നടത്തിയ വാണിജ്യത്തിലും യുദ്ധങ്ങളിലും പ്രധാന പങ്കുവഹിച്ചത് ഇവയാണ്. അറേബ്യൻ കുതിരകളുടെ ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഇപ്പോൾ അറബി നാടുകൾക്കാകെ ഒരു പ്രധാന ഉത്സവമാണ്. കുതിരകൾ മേയുന്ന വേലിക്കെട്ടിനു മുന്നിലൂടെ സൂഖ് വാക്കിഫിന്റെ പ്രധാന ഭാഗത്തേക്ക് ഞാൻ നടത്തം തുടർന്നു.